ഈ വി ഡി സതീശൻ സർക്കാർ അധികാരത്തിലേറി 100 ദിവസം പിന്നിടുമ്പോൾ എങ്ങോട്ടാണ് ഈ സതീശൻ സർക്കാരിന്റെ പോക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല, വ്യക്തമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ് എങ്ങോട്ടാണ് ഇത്തരത്തിലുള്ള പോക്ക്. ക്ഷേമ പെൻഷൻ മുതൽ ക്ഷേമ പദ്ധതികൾ വരെ നിർത്തിയ, വെട്ടിച്ചുരുക്കിയ സർക്കാരിനെതിരെ വിമർശനം ശക്തമാവുന്ന സാഹചര്യത്തിൽ മറ്റ് ആരോപണങ്ങളെല്ലാം തന്നെ ഉയരുന്നുണ്ട്. ഈ വിഴിഞ്ഞ ഓഹരി കൈമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു പുതിയ പദ്ധതി രൂപീകരിക്കുന്നു, അതൊരു വിമർശനത്തിൽ, വിവാദത്തിൽ അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സതീശൻ സർക്കാർ അധികാരത്തിലേറി 100 ദിവസം പിന്നിടുമ്പോൾ കാണുന്നത്. എന്നാൽ ഇതെല്ലാം ഒരു പ്രശ്നത്തിലോട്ട് വരുമ്പോൾ LDF സർക്കാരിന്റെ, കഴിഞ്ഞ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു ശ്രമമാണ് സതീശൻ സർക്കാർ നടത്തുന്നത്. സാധാരണ ഒരു വാർത്താ സമ്മേളനം, ഒരു പ്രസ് മീറ്റ് നടത്തുന്നു, ഒരു വിമർശനം, ഒരു പ്രശ്നം ഉന്നയിക്കുന്നു, അതിൽ വിവാദത്തിലാവുന്നു, വീണ്ടും അതിനെ വെളുപ്പിക്കാൻ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. ഇങ്ങനെയാണ് ഈ 3 മാസമായി തുടരുന്നത്. ഇപ്പോൾ വിഴിഞ്ഞ ഓഹരി കൈമാറ്റത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു പ്രസ്താവന ഇറക്കുന്നു, അത് നുണപ്രചരണം, അതൊരു കള്ളക്കഥയാണ്, അല്ലെങ്കിൽ അതിലെ ഒളിച്ചുകളി തുടരുകയാണ് എന്നൊരു വിവാദം ഇവിടെ പുകയുന്ന സാഹചര്യത്തിൽ ആ വി ഡി സതീശൻ സർക്കാരിന്റെ ആരോപണം തെറ്റാണ് എന്ന് തന്നെയാണ് ഇവിടെയും തെളിയുന്നത്. വിഴിഞ്ഞ ഓഹരി കൈമാറ്റ വിഷയത്തിൽ വിവരാവകാശത്തിന് വ്യക്തമായ മറുപടി നൽകാതെയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒളിച്ചുകളി. മതിയായ രേഖകൾ ലഭിക്കാൻ ഫീസ് അടച്ച രസീത് ഹാജരാക്കാനായിരുന്നു അപേക്ഷകന് നൽകിയ നിർദ്ദേശം. പണം അടച്ചെങ്കിലും പിന്നീട് ആ രേഖകൾ നൽകാൻ കഴിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. അപ്പീൽ ഉൾപ്പെടെയുള്ള നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കോട്ടയം സ്വദേശിയായ അപേക്ഷകന്റെ തീരുമാനം. ഈ ഒളിച്ചുകളി തുടരുകയാണ് വി ഡി സതീശൻ സർക്കാർ. എന്നാലും വാർത്തയുടെ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്നാലും സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുകയാണ്. ആദ്യം വിശദമായ റിപ്പോർട്ട് ഒന്ന് കാണാം, ശേഷം സനോജിലോട്ട് വരാം. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തമായ മറുപടി നൽകാതെ ഒളിച്ചു കളിക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ. ആദ്യം അപേക്ഷയ്ക്ക് മറുപടി നൽകാമെന്ന് അറിയിച്ച സർക്കാർ പിന്നീട് നൽകാൻ കഴിയില്ലെന്ന മറുപടിയാണ് നൽകിയത്. എന്നാൽ തീയതികളിൽ കൃത്രിമം കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ 2 തവണ മറുപടി നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയം സ്വദേശി കൃഷ്ണൻ മോട്ടിയാണ് അപേക്ഷ നൽകിയത്. കൃഷ്ണൻ മോട്ടി എനിക്കൊപ്പം ചേരുകയാണ്. കൃഷ്ണൻ മോട്ടി, ഇപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്ക് കൃത്യമായിട്ട് മറുപടി ലഭിക്കുന്നില്ല ഒരു ഘട്ടത്തിലും. കാര്യം, ആദ്യം മറുപടി നൽകാമെന്ന്, ഫീസ് അടച്ചതിന് ശേഷം തരാമെന്ന് പറഞ്ഞ അതേ ഓഫീസർ ഇപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന കത്തിൽ രാജ്യസുരക്ഷയുടെ നിയമപ്രകാരമുള്ള 8(1)A പ്രകാരം എനിക്ക് തരാൻ നിർവാഹമില്ല എന്നുള്ള ഒരു സംവിധാനമാണ് ആദ്യം എനിക്ക് മെയിലായിട്ട് അയച്ചിരിക്കുന്നത്. അതായത് ആദ്യം നിങ്ങൾ അപേക്ഷ കൊടുത്തപ്പോൾ മറുപടി നൽകാമെന്നും അതിന് 99 രൂപ ഫീസ് ചെല്ലാനടച്ച് ആ ചെല്ലാൻ്റെ ഒറിജിനൽ ചെല്ലാൻ രസീത് ഹാജരാക്കാനും നിർദ്ദേശിച്ചിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും 3-ാം തീയതി വന്നിരിക്കുന്ന കത്തിനകത്ത് അങ്ങനെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. 99 രൂപ ഫീസ് അടച്ച് ഒരു ലെറ്റർ ഹെഡിന് ഒരു നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ ചെല്ലാൻ അടച്ച് അത് നേരിട്ട് ഹാജരാക്കി കഴിഞ്ഞാൽ അതിന് മറുപടി തരാമെന്നാണ് ഒന്നാമത്തെ ചോദ്യത്തിന് എനിക്ക് മറുപടി തന്നിരുന്നത്. അതിനുശേഷം പിന്നീട് അണ്ടർ സെക്രട്ടറി ബിജി ജോസഫ് നിങ്ങളെ ഫോണിൽ ബന്ധപ്പെടുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ രേഖകളും വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പിന്നീട് വീണ്ടും അവർ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നല്ലോ. അതായത് അവർ ചോദിക്കുന്ന ചോദ്യം, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതിന് ശേഷം ഫീസ് അടച്ചാൽ മതിയെന്നായിരുന്നു, അല്ലേ? അതെ, ആദ്യം വിളിക്കുന്നത് 1-ാം തീയതിയാണ്. 1-ാം തീയതി വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്, മുഴുവൻ പേപ്പറുകൾ വേണം, 340ഓളം പേജുകളുണ്ട്, ഇത്ര ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു ശീർഷക നമ്പർ വെച്ചിട്ട് ഇത് അയക്കും, അതിൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ തരാമെന്ന് പറഞ്ഞു. തുടർന്നാണ് 13-ാം തീയതി ഒരു ഒപ്പോ രേഖകളോ ഒന്നുമില്ലാതെ ഒരു മെയിൽ എനിക്ക് വരുന്നത്, തരാൻ നിർവാഹമില്ലെന്ന് പറഞ്ഞു. അതിനുശേഷം 17-ാം തീയതി ഞാൻ ഫീസ് അടച്ച് 19-ാം തീയതി നേരിട്ട് കൊണ്ട് ഹാജരാക്കുകയും 17-ാം തീയതി ചെല്ലാൻ അടച്ച് 99 രൂപ അടച്ചു. അതിനുശേഷം ഇതിൻ്റെ ഒറിജിനൽ നേരിട്ട് എവിടെ കൊണ്ട് ഹാജരാക്കി? സെക്രട്ടേറിയറ്റിലാണ് ഹാജരാക്കിയത്. ഇവിടെ കോട്ടയം സബ് ട്രഷറിൽ 17-ാം തീയതി കൃത്യമായിട്ട് ചെല്ലാൻ അടച്ച് അതിൻ്റെ ഒറിജിനൽ ചെല്ലാൻ സെക്രട്ടറിയിൽ 19-ാം തീയതി നേരിട്ട് കൊണ്ട് ഹാജരാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം തിടുക്കപ്പെട്ട് 22-ാം തീയതി എനിക്ക് 22 ആഗസ്റ്റിൽ തന്നെ എനിക്ക് ഒരു മെയിൽ വരികയും ആ ഡേറ്റിൽ തന്നെ അവിടെ നിന്ന് സ്പീഡ് പോസ്റ്റായിട്ട് ഒരു ലെറ്റർ അയച്ചു തന്നിട്ടുണ്ട്. അതിൽ സൈനും കാര്യങ്ങളെല്ലാം വെച്ച് ഇതേ ഡേറ്റ് വെച്ചിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത്. അതായത് ആദ്യം അയച്ച കത്തിനകത്ത് ഈ 13-ാം തീയതി തന്നെ ഡേറ്റ് അതിനകത്ത് ഒപ്പിട്ടിരുന്നില്ല, അണ്ടർ സെക്രട്ടറി ഒപ്പിട്ടിരുന്നില്ല. ഒപ്പിടാതെ നിങ്ങൾക്ക് മെയിൽ അയച്ചു. രണ്ടാമത് നിങ്ങൾ 17-ാം തീയതി ചെല്ലാൻ അടച്ചതിന് ശേഷം ഒറിജിനൽ വൗച്ചർ, അതായത് രസീത് നിങ്ങൾ നേരിട്ട് കൊണ്ട് സെക്രട്ടറി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഈ 13-ലെ ഡേറ്റ് പ്രകാരം തന്നെ സൈൻ ചെയ്ത് അതേ മറുപടി തന്നെ അയക്കുകയാണ്. അത് 22-ാം തീയതി, അതായത് 13-ാം തീയതിയിലെ ഡേറ്റ് വെച്ച് 22-ാം തീയതിയാണ് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തേക്കുന്നത്. അത് വളരെ വ്യക്തമാണ്. നമുക്കിത് രേഖകൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ലെറ്ററിൻ്റെ പുറകിൽ വന്നിരിക്കുന്ന കവറിനകത്തടക്കം മെയിലിനകത്തായാലും പരിശോധിച്ചറിയാം 22-ാം തീയതിയാണ് അവിടെ നിന്ന് അയച്ചിട്ടുള്ളത്.
പക്ഷേ തന്നിരിക്കുന്ന തീയതി എന്ന് പറയുന്നത് ബാക്ക് ഡേറ്റിംഗ് ആണ്. 13/8/2026 അതേ കത്തിൽ അതേ ഒപ്പിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ മാത്രം വരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് എനിക്ക് വീണ്ടും അയച്ചു തന്നിരിക്കുന്നത്. അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ തേടിയാണ് കൃഷ്ണൻ മൂട്ടി അപേക്ഷ നൽകിയത്. പക്ഷേ അത് നിരസിക്കുകയോ വ്യക്തമായ മറുപടി നൽകുകയോ ചെയ്യാൻ ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല. ഒരേ ഡേറ്റിലാണ് 2 മറുപടികൾ നൽകിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ 22-ാം തീയതി സ്പീഡ് പോസ്റ്റ് അയച്ചിരിക്കുന്ന മറുപടിക്ക് 13-ാം തീയതിയിലെ ഡേറ്റ് ഇട്ടാണ് ഇത്തരത്തിൽ ക്രമക്കേട് കാണിച്ചിട്ടുള്ളത്. ഇതിന് വ്യക്തമായ മറുപടി നൽകേണ്ടത് സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ്. നിയമപരമായി പോരാടാൻ തന്നെയാണ് കൃഷ്ണൻ മൂട്ടിയുടെ തീരുമാനം. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം. കൂടുതൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സനോജ്, ഈ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ എന്തിനാണ് സർക്കാർ ഇത്തരത്തിൽ ഒളിച്ചുകളി തുടരുന്നത്? ഈ ഓഹരി കൈമാറ്റ വിഷയവുമായി ബന്ധപ്പെട്ട 2 തവണ മറുപടി നൽകുന്നു. വ്യക്തതയില്ലാത്ത മറുപടിയാണ്, അതും 2ഉം ഒരേ മറുപടിയാണ് നൽകുന്നത്. ഇതിൽ ദുരൂഹതയുണ്ട്. ഈ അണ്ടർ സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണം അടക്കം വ്യക്തമാക്കുന്നത് എന്തോ ഒരു ഒളിച്ചുകടി. ഇത് എന്ത് മറയ്ക്കാനാണ് ഇത്തരത്തിൽ വി.ഡി. സതീശൻ സർക്കാർ ഒളിച്ചുകടി തുടരുന്ന എന്ന സംശയമാണ്, എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. സനോജ്, സർക്കാർ ഈ വിഷയത്തിൽ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. കാരണം വിവരാവകാശ രേഖയ്ക്ക് ലഭിച്ചിട്ടുള്ള മറുപടി അതുതന്നെയാണ് വ്യക്തമാക്കുന്നത്. നേരത്തെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ അദാനി ഗ്രൂപ്പിനെ അതൃപ്തി അറിയിച്ചിരുന്നു. അതൃപ്തി അറിയിച്ചു എന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അതൃപ്തി അറിയിച്ചിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയത്. എന്നാൽ അതൃപ്തി അറിയിച്ചതിൻ്റെതായ രേഖകൾ ഒന്നുമില്ലെന്ന മറുപടിയാണ് ഇക്കഴിഞ്ഞ 3-ാം തീയതി വിവരാവകാശ രേഖയ്ക്ക് ലഭിച്ച മറുപടിയിൽ വ്യക്തമാക്കിയിരുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കത്തിടപാടുകളെ സംബന്ധിച്ചുള്ള രേഖകൾ തനിക്ക് ലഭിക്കണമെന്നും അപേക്ഷകൻ ആവശ്യപ്പെട്ടിരുന്നു. അത് പ്രകാരമാണ് 99 രൂപയുടെ ചെല്ലാൻ അടച്ച് അതിന്റെ ഒറിജിനൽ ഹാജരാക്കുവാൻ അണ്ടർ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും വിവരാവകാശ രേഖയ്ക്ക് മറുപടി ലഭിച്ചത്. അതിന് മുന്നോടിയായി തന്നെ 3-ാം തീയതി അദ്ദേഹത്തിന് കത്ത് ലഭിക്കുമ്പോൾ അതിന് മുന്നോടിയായി ഈ അപേക്ഷകനെ അണ്ടർ സെക്രട്ടറി ബിജി ജോസഫ് ഒരിക്കൽ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. ഇത് 340ഓളം പേജുകൾ ഈ രേഖകൾ വരുന്നുണ്ട്. ആ രേഖകൾ മുഴുവൻ താങ്കൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതായിരുന്നു ബിജി ജോസഫിന്റെ അന്വേഷണം. പ്രധാനപ്പെട്ട രേഖകൾ മാത്രം മതിയെന്ന് അപേക്ഷകൻ പറഞ്ഞു. എന്നാൽ 99 രൂപ അടയ്ക്കണം എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അത് പ്രകാരം വിവരാവകാശ നിയമപ്രകാരം 3-ാം തീയതി അദ്ദേഹത്തിന് മറുപടി ലഭിക്കുന്നു. ഈ മറുപടി ലഭിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും ബിജി ജോസഫ് അപേക്ഷകനെ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ ഫീസ് അടച്ചിരുന്നോ എന്നുള്ളതാണ്. ഫീസ് അടച്ചിട്ടില്ല എങ്കിൽ താൻ പറഞ്ഞിട്ട് ഫീസ് അടച്ചാൽ മതി. കാരണം അതിന്റെ ഒരു നിർണായകമായിട്ടുള്ള ഫയല് മിസ്സിംഗ് ആയിട്ടുണ്ട്. അതുകൂടി ലഭിച്ചതിന് ശേഷം വിശദമായിട്ടുള്ള മറുപടി നിങ്ങൾക്ക് നൽകാം, എന്നിട്ട് ഫീസ് അടച്ചാൽ മതിയെന്നായിരുന്നു ഈ അണ്ടർ സെക്രട്ടറിയുടെ മറുപടി. എന്നാൽ അണ്ടർ സെക്രട്ടറിയുടെ മറുപടി വന്നതിന് ശേഷം വീണ്ടും 13-ാം തീയതി ഈ ബിജി ജോസഫിന്റെ ഒപ്പില്ലാത്ത ഒരു വിവരാവകാശ മറുപടി അദ്ദേഹത്തിന് ഈ അപേക്ഷകൻ കൃഷ്ണൻ മൂട്ടിക്ക് ലഭിക്കുന്നത് മെയിൽ മാർഗമാണ്. ചില പ്രശ്നങ്ങൾ, അതായത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ മറുപടി നൽകാൻ കഴിയില്ല എന്ന ഒരു മറുപടിയാണ് മെയിൽ മാർഗം കൃഷ്ണൻ മൂട്ടിക്ക് ലഭിക്കുന്നത്. അത് ഈ മാസം 13-ാം തീയതിയാണ്. ഈ മറുപടി ലഭിച്ചതിന് ശേഷം ഔദ്യോഗികമായ ഒരു ഉറപ്പുമില്ലാത്ത ഒരു മറുപടി, അതായത് ഔദ്യോഗികമായി ഈ ബിജി ജോസഫ് ഈ അപേക്ഷയ്ക്ക് നൽകിയ മറുപടിയിൽ ഒപ്പിട്ടിരുന്നില്ല, സീൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം 17-ാം തീയതി കോട്ടയം ട്രഷറിയിൽ ഈ ആദ്യം നൽകിയ വിവരാവകാശ രേഖയ്ക്ക് ലഭിച്ച മറുപടി പ്രകാരം 99 രൂപയുടെ ചെല്ലാൻ അടച്ച് അതിന്റെ ഒറിജിനൽ രസീത് കൈപ്പറ്റി അദ്ദേഹം 19-ാം തീയതി തിരുവനന്തപുരത്തേക്ക് പോകുന്നു. തിരുവനന്തപുരത്തേക്ക് പോയതിനു ശേഷം അദ്ദേഹം നേരിട്ട് ഈ അണ്ടർ സെക്രട്ടറിയുടെ ഓഫീസിൽ എത്തുന്നു. അവിടെ എത്തിയതിനു ശേഷം ഈ അപേക്ഷകരോട് വളരെ മോശമായ സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. കാരണം അദ്ദേഹത്തെ ഒരുപാട് തവണ അവിടെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു, മണിക്കൂറോളം കാത്തിരിപ്പിക്കുന്നു, അങ്ങനെ മാനസികമായി തകർക്കാൻ ശ്രമിക്കുന്നു. അതിനുശേഷമാണ് ഏറ്റവും ഒടുവിൽ ഈ അപേക്ഷകരിൽ നിന്നും ഈ ഒറിജിനൽ ചെല്ലാന്റെ രേഖ വാങ്ങാൻ അവർ തയ്യാറായത്. അതിനുശേഷം ആ രേഖ വാങ്ങുന്നു. പിന്നീട് 22-ാം തീയതി അദ്ദേഹത്തിന് മെയിൽ മാർഗം മറുപടി ലഭിക്കുന്നു. ഈ അപേക്ഷയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉള്ളതിനാൽ, അതായത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളതിനാൽ മറുപടി നൽകാൻ കഴിയുകയില്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ നിയമപ്രകാരം 22-ാം തീയതി മെയിൽ മാർഗം കൃഷ്ണൻ മൂട്ടിക്ക് ലഭിക്കുന്നത്. 13-ാം തീയതി ഇതേ മറുപടി നൽകിയിരുന്നു. എന്നാൽ ആ മറുപടിയിൽ അവർ ഒപ്പുവെച്ചിരുന്നില്ല. ആ ഒപ്പുവെക്കാതെ 22-ാം തീയതി നൽകിയിട്ടുള്ള മറുപടി ഈ 13-ാം തീയതി നൽകിയ മറുപടി പോലെ തന്നെ 22-ന് നൽകുന്ന മറുപടിയിൽ ചെറിയ ചില മാറ്റങ്ങൾ ലെറ്റർ ഹെഡിൽ വരുത്തിയിട്ടുണ്ട്. പക്ഷേ തീയതി 13-ാം തീയതിയാണ്.
ആ 13-ാം തീയതിയിലെ കൊടുത്ത മറുപടി അതേപോലെ തന്നെ 22-ാം തീയതി ഡേറ്റ് വെച്ചാണ് അയച്ചത്. 22-ാം തീയതിയാണ് അപേക്ഷകർ കിട്ടുന്നത്. 22-ാം തീയതി അയക്കുന്നതിനകത്ത് സീൽ വെച്ചിട്ടുണ്ട്. 13-ാം തീയതി നൽകിയ മറുപടിക്കകത്ത് സീൽ ഉണ്ടായിരുന്നില്ല. അതേ മറുപടി 22-ാം തീയതി സീൽ വെച്ച് നൽകുകയാണ്. മാത്രമല്ല പോസ്റ്റൽ വഴി വന്നിട്ടുള്ള സീലിനകത്തും 22-ാം തീയതി നിന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാർ ഈ വിഷയത്തിൽ എന്തോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപേക്ഷകന് നിയമപരമായി പോരാട്ടം തുടരാനാണ് തീരുമാനം. അതിന് അപ്പീൽ നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോഴുള്ളത്. ഉമ, മാത്രമല്ല സനോജ്, ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ 51% ഓഹരികളും കേരള സർക്കാരിനാണെന്നിരിക്കെ സംസ്ഥാന സർക്കാരിനെ അറിയിക്കാതെയാണ് ഈ അദാനി പോർട്ട് MSCക്ക് നൽകിയ ഓഹരി കൈമാറ്റം നടക്കുന്നത്. ഇത് ഗുരുതര നിയമലംഘനമാണ്. ഇതിനെ മറയ്ക്കാൻ മാത്രമല്ല ഈ VD സതീശൻ ഈ ഒളിച്ചുകളി നടത്തുന്നത്, അല്ലെങ്കിൽ ഇതുവരെയും ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ ഇരിക്കുന്നത് എന്നതും വ്യക്തമാണ്. ഇതിൽ കൂടിയാണ് മറ്റൊരു ചോദ്യം ഉയരുന്നത്, അല്ലേ സനോജ്? ഉമ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 51% സർക്കാരിന് ഓഹരിയുള്ള ഒരു കാര്യത്തിൽ ഈ എന്തെങ്കിലും നിയമപരമായ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ നടത്തുകയാണെങ്കിൽ നിർബന്ധമായും അത് സർക്കാരിനെ അറിയിച്ചു വേണമെന്ന് ഈ വിഴിഞ്ഞം ഓഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കരാറിന്റെ നഗ്നമായ ലംഘനമാണ് അദാനി നടത്തിയിട്ടുള്ളത്. സർക്കാരിനെ അറിയിക്കാതെ തന്റെ സ്വന്തം ഇഷ്ടപ്രകാരം MSCക്ക് ഓഹരി കൈമാറാൻ വേണ്ടിയുള്ള ഒരു നീക്കം സർക്കാർ അറിയുന്നത് പിന്നീടാണ്. സർക്കാർ അറിയാതെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയപ്പോൾ അതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ അതൃപ്തി അറിയിച്ചിരുന്നു എന്നുള്ളതായിരുന്നു VD സതീശൻ നേരത്തെ ആദ്യം വ്യക്തമാക്കിയത്. അതിനുശേഷം നൽകിയ വിവരാവകാശ മറുപടിയിൽ സർക്കാർ അങ്ങനെ ഔദ്യോഗികമായ അതൃപ്തി അറിയിച്ചിരുന്നില്ല എന്ന മറുപടിയാണ് വിവരാവകാശ രേഖയ്ക്ക് ആദ്യം ലഭിച്ചത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങളും ഈ കത്തടപാടുകളെ സംബന്ധിച്ചുള്ള രേഖകളും ലഭിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അപേക്ഷകൻ ഈ കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും 99 രൂപ ഫീസ് അടയ്ക്കാൻ തയ്യാറാവുകയും ചെയ്തത്. എന്നാൽ ഇതിന് മറുപടി നൽകാമെന്ന് വ്യക്തമാക്കിയ അണ്ടർ സെക്രട്ടറി പിന്നീട് അതിന് മറുപടി നൽകാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാക്കുന്നു. മാത്രമല്ല ഈ അപേക്ഷകനെ ഒന്നിലേറെ തവണ ഫോൺ വിളിക്കുന്നു. ഫോൺ സംഭാഷണത്തിന്റെ റെക്കോർഡ് സഹിതം നമ്മുടെ പക്കലുണ്ട്. അങ്ങനെ ഒരു വിചിത്രമായ നടപടി ഈ കാര്യത്തിൽ ഉണ്ടാകുന്നു. എന്തിനാണ് സർക്കാർ ഈ കാര്യത്തിൽ ഒളിച്ചുകളി നടത്തുന്നത്? എന്തൊക്കെയോ മറയ്ക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതൃപ്തി അറിയിച്ചിരുന്നുവെന്ന് സർക്കാർ പറയുമ്പോൾ അതിന്റെ രേഖകൾ എന്ത്? ഏത് മാർഗമാണ് അതൃപ്തി അറിയിച്ചത്? കത്ത് മുഖേനയാണെങ്കിൽ ആ കത്തിന്റെ പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം നൽകാൻ എന്തിനാണ് മറുപടി? അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ ആ മറുപടി വിവരാവകാശ നിയമപ്രകാരം അതിന്റെ ഒരു കോപ്പി നൽകിയാൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന എന്ത് സംഭവമാണ് ഇതിനകത്തുള്ളത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദാംശം അല്ലെങ്കിൽ വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത്. എന്നാൽ സർക്കാർ കത്ത് നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രി ഏറ്റവും ഒടുവിൽ ഈ വിവരാവകാശ നിയമം പുറത്തു വന്നതിന് പിന്നാലെ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം വിളിച്ചു ചേർത്തപ്പോൾ നമ്മുടെ ലേഖകർ മുഖ്യമന്ത്രിയോട് വ്യക്തമായി ചോദിച്ചിരുന്നു, ഈ വിവരാവകാശ നിയമപ്രകാരം ഉള്ള മറുപടിയിൽ ഈ അതിർത്തി അറിയിച്ചിരുന്നില്ല എന്നാണല്ലോ പറയുന്നത്. താങ്കൾ അതിർത്തി അറിയിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഞാൻ അതിർത്തി അറിയിച്ചിരുന്നു എന്ന് വിവരാവകാശ നിയമം അങ്ങനെ എന്താണ് മറുപടി നൽകാൻ ഇടയാക്കിയത് എന്ന് അറിയില്ല എന്നാണ് VD സതീശൻ വ്യക്തമാക്കിയിരുന്നത്. പക്ഷേ അങ്ങനെ ഔദ്യോഗികമായി മറുപടി നൽകിയിട്ടുണ്ടെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം ഈ കത്തടപാടിന്റെ ഒരു കോപ്പി നൽകിയാൽ എന്താണ് പ്രശ്നം? അത് രാജ്യസുരക്ഷയെ എങ്ങനെയാണ് ബാധിക്കുക? എന്നാൽ പക്ഷേ സർക്കാർ ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് മറച്ചു വെക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു കത്ത് നൽകി അതിർത്തി അറിയിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇതിന് സർക്കാർ അങ്ങനെ അതിർത്തി അറിയിച്ച് കത്ത് നൽകാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിൽ വിചിത്രമായിട്ടുള്ള മറുപടി വിവരാവകാശത്തിന് മറുപടിയായി നൽകിയിട്ടുള്ളത് എന്ന് വേണം കരുതാൻ. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാർ ഒളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷേ അപ്പീൽ നൽകുമ്പോൾ ഇനിയും അതിനുള്ള നടപടികൾ എന്താവുമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഉമ. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികരണം ഉൾപ്പെടെ നൽകാത്തതിലും വലിയ വിമർശനങ്ങൾ, വലിയ സംശയങ്ങളാണ് ഉയരുന്നത്. ഈ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ഈ വിവരാവകാശ രേഖയടക്കം നൽകാതെയാണ് ഈ സർക്കാരിന്റെ ഒളിച്ചുകളി തുടരുന്നത്. ഈ രേഖകൾ ലഭ്യമാകണമെങ്കിൽ ഫീസ് അടയ്ക്കണമെന്ന് പറയുന്നു. ഈ ഫീസ് അടച്ചാൽ മാത്രമേ രേഖകൾ ലഭ്യമാകൂ എന്ന് പറയുന്നു. എന്നിട്ട് മറുപടി ലഭിക്കുന്നത് ഒരേ മറുപടി 2 തവണ, അതും വ്യക്തതയില്ലാത്ത മറുപടിയാണ് ലഭിക്കുന്നത്. എന്നാലും വലിയ ദുരൂഹതയാണ് ഈ സർക്കാരിന്റെ ഒളിച്ചുകളി, എന്തിനോ മറയ്ക്കാനുള്ള ഒരു നീക്കം എന്ന് തന്നെയാണ് വിമർശനങ്ങൾ ഉയരുന്നതും. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങളുമായി ചേർന്നത്.